വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ജന്മം കൊണ്ട് കിട്ടിയ മതമുണ്ട്, ജന്മം കൊണ്ട് കിട്ടിയ ആരാധനയുണ്ട്, ജന്മം കൊണ്ട് കിട്ടിയ പല വിധത്തിലുള്ള ആചാര കർമ്മ അനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു മനുഷ്യരെയും നിത്യതയിലെത്തിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യരെ നിത്യതയിലെത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ദൈവം ഉലകത്തിൽ വെച്ചിട്ടുള്ളത് യേശു ക്രിസ്തു എന്ന സത്യമാർഗമാണ്. ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അന്ന് മുതൽ ഇന്ന് വരെ ആ മനുഷ്യന്റെ സന്തതിയായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടാണ് ജനിക്കുന്നത്. കാരണം ഒരു മനുഷ്യനിൽ നിന്നാണ് ഭൂലോകത്തുള്ള സകല മനുഷ്യജാതിയും ഉണ്ടായത് എന്ന് വേദപുസ്തകം പറയുന്നു. ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ തെറ്റിപ്പോയ കാലം മുതൽ ഇവിടെ ജനിക്കുന്ന ആ സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഭാഗമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ തത്വശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന തത്വശാസ്ത്രങ്ങളോ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളോ എന്തുമാകട്ടെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങളാണ് മതങ്ങൾ. കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായ മതങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ മതങ്ങളൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയതാണ്. എന്നാൽ മനുഷ്യൻ കണ്ടെത്തിയ ഒരൊറ്റ മാർഗം കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരണം. അവനിൽ രൂഢമൂലമായി നിൽക്കുന്ന പാപത്തിന് പരിഹാരം വരണം. മൃതാവസ്ഥയിൽ പോയ അവന്റെ ആത്മാവ് ജീവനിലേക്ക് മടങ്ങി വരണം. അപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ഭൂമിയിൽ ഒരു മനുഷ്യന് നിറവേറ്റുവാൻ മതങ്ങളെ കൊണ്ട് കഴിയില്ല. മതങ്ങൾ പഠിപ്പിച്ച സകല ആചാര കർമാനുഷ്ഠാനങ്ങളും ചെയ്തു ജീവിച്ചാലും ഒരു കാലത്തും തീരാത്ത മരണശേഷവും പിന്തുടരുന്ന കർമ്മങ്ങൾ കൊണ്ടുപോലും മനുഷ്യൻ ഒരിക്കലും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മൃതാവസ്ഥയിലായിപ്പോയി അവന്റെ ആത്മാവിന് ജീവൻ പകർന്ന് അവന്റെ അകത്തേക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത് അവനെ ദൈവത്തോട് നിരപ്പിച്ച് അവനെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവീക സമാധാനത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് നമ്മിൽ ഒരുവനെ പോലെ ഭൂമിയിൽ പാർത്തു. അവനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവന്റെ പേരാ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന് ജഡത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ആരെങ്കിലും ആരാധിച്ചോ, ആരാധനാലയം പണിഞ്ഞ് അതിനകത്ത് വിഗ്രഹമാക്കി ഉണ്ടാക്കി വെച്ച് ആരാധിച്ച് ദൈവമാക്കി ഒരുവനെ കുറിച്ചല്ല. ആരെങ്കിലുമൊക്കെ നേർച്ചകളും കാഴ്ചകളും കൊടുത്ത് ആരാധനകൾ കൊടുത്ത് ദൈവമാക്കി പറ്റിയ ഒരു ആൾ ദൈവത്തെ കുറിച്ചുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവനുള്ള സത്യദൈവം സ്വർഗം വിട്ട് താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെയാണ് ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമായിരുന്നു. അപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യരായി ഭൂമുഖത്തേക്ക് വന്നു മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവമായിരുന്നവരിൽ പാപമില്ല. ആരാണ് ദൈവം? സ്വയംഭൂവായവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകലത്തെയും തന്റെ ഉള്ളങ്കയിൽ വഹിക്കുന്നവനാണ്, സകലത്തെയും പരിപാലിക്കുന്നവനാണ്, സകലത്തെയും ന്യായം വിധിക്കുന്നവനാണ്. ഈ സത്യദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. ദൈവം പരമപരിശുദ്ധനാണെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിൽ പാപമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പാപമില്ല. പാപമില്ലാത്ത പരമപരിശുദ്ധനായവൻ ജനത്തെ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആർ പാപത്തെക്കുറിച്ച് എന്റെ ബോധ്യം വരുത്തും. കാരണം അവരിൽ പാപമില്ലായിരുന്നു. പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പാപമായി മാറുവാനിടയായി തീർന്നു. എന്റെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ഈ ദേശനിവാസികളുടെയും ലോകത്തിന്റെ യോളം ജനിച്ച സകല മനുഷ്യന്റെയും ഇനി ജനിക്കാനുള്ള സകല മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു. യേശു സ്വന്തം ശരീരത്തിൽ സകല മനുഷ്യന്റെയും പാപത്തെ ഏറ്റെടുത്തു. ആ യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറയുകയാ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്താൽ നിയോഗിതമായി മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി വന്ന കാൽവരിയുടെ മാമലയിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന്റെ ശിക്ഷയായ മരണത്തിലൂടെ ദൈവപുത്രൻ കടന്നുപോയി. അതാണ് സുവിശേഷം. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു. മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചു. പാപത്തിന്റെ പരിണതഫലമായ പാപത്തിന്റെ ശിക്ഷയായ മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന പ്രമാണം, ആ മരണത്തിലൂടെ യേശു ക്രിസ്തു കടന്നുപോയി. ദൈവമായിരുന്നവൻ മരണത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കാൽവരിയുടെ മാമലയിൽ യേശു ക്രിസ്തു ഒരു യാഗം നടത്തി. എന്നേക്കുമായി മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തിനായി യേശു യാഗമായി തീരുവാനിടയായി തീർന്നു. ആ യാഗത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് പ്രായശ്ചിത്തയാഗം, പാപപരിഹാരയാഗമെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്താൽ എന്നേക്കുമായി സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒറ്റ മാർഗം, അത് യേശു എന്ന മാർഗം. അതുകൊണ്ട് ആ വേദപുസ്തകം അടിവരയിട്ട് ഇങ്ങനെ ഒരു വാക്യത്തെ പഠിപ്പിക്കുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആവേശത്തോടെ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ വാക്യത്തെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനും പരിഹാരം വരുത്തി സകലതും നിവർത്തിയായി എന്ന് കാൽവരിയുടെ മാമലയിൽ ആ മരക്കുരിശിൽ കിടന്നുകൊണ്ട് തകർക്കപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ പ്രാണൻ ജീവനെ വിട്ട് അവന്റെ ശരീരം വിട്ട് പ്രാണൻ പോകുമ്പോ ആ കണ്ണുനീരിന്റെയും വേദനയുടെയും ആഴത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇനി ഒരു കർമ്മ കാണ്ഡങ്ങളും അവശേഷിക്കുന്നില്ല. ഇനി ഒരു യാഗങ്ങളും അവശേഷിക്കുന്നില്ല. ഇനി ഒരു തീർത്ഥാടനങ്ങളും അവശേഷിക്കുന്നില്ല. സകലതും കാൽവരിയിൽ നിർവഹിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ഇനി മനുഷ്യന്റെ പാപമോചനം, വീണ്ടെടുപ്പ്, മനുഷ്യന്റെ പുത്രത്വം, ദൈവിക പുത്രത്വം, അതെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്താലാണ്. മറ്റൊരു മാർഗത്തിലും മനുഷ്യന് രക്ഷയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ദൈവത്തിന്റെ മകനായി മാറാം, മകളായി മാറാം. ക്രിസ്ത്യാനിയായ ഒരു മതത്തിന്റെ ഭാഗമായി മാറാനല്ല ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക്, ആ ദത്തുപുത്രത്വത്തിന്റെ അവകാശം നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് യേശു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരം. അതുകൊണ്ട് പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽ പാപത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന, കടും ചുവപ്പേറിയ ഏത് പാപത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരേ ഒരു സങ്കേതമേ ഉള്ളൂ. അത് യേശുവിന്റെ സങ്കേതമാണ്, അത് യേശുവിന്റെ രക്തമാണ്. ദേശവാസികളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ജനിച്ചത് ഏത് ജാതിയിലാകട്ടെ, ഏത് മതത്തിലാകട്ടെ, ഏത് ദേശത്തിലാകട്ടെ, നിത്യതയ്ക്കല്ല ഒറ്റ മാർഗമേ ഉള്ളൂ. നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു എന്ന മാർഗം. യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിത്യസമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാവുകയാണ്. ആ സമാധാനത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി വന്ന് നിന്നുകൊണ്ട് ഈ തെരുക്കോളിൽ പ്രസംഗിക്കുന്നതല്ല, മറിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് നിത്യജീവൻ തന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനം തന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഈ യേശുവിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. എല്ലാ മനുഷ്യരെയും പോലെ യേശു കാൽവരിയിൽ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരണത്തിലൂടെ കടന്നുപോയി. എല്ലാ മനുഷ്യനെ അടക്കുന്ന പോലെ യേശുവിനെ അടക്കം ചെയ്തു. പാലസ്തീനായുടെ പച്ചമണ്ണിൽ ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരുവരേ ഉള്ളൂ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും നെഹ്റുവും ഗാന്ധിജിയും മാർക്സും ഏംഗൽസും സ്റ്റാലിനും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായി മണ്ണോട് മണ്ണായപ്പോ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നിസ്സംശയം അവൻ തെളിയിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധി എന്താകട്ടെ, പ്രശ്നം എന്താകട്ടെ, ഏത് വിഷയത്തിലൂടെയാണോ കടന്നു പോകുന്നത്,
ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഉത്തരം യേശു ക്രിസ്തുവാണ്. ഏക ഉത്തരം യേശു ക്രിസ്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ താങ്കളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് തരാം, കാറ് തരാം, അല്ലെങ്കിൽ വലിയ നന്മ തരാം, ബാങ്ക് ബാലൻസ് തരാം, നിങ്ങളെ വിദേശത്ത് അയക്കാമെന്നല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലുത് അത് വീണ്ടെടുപ്പാണ്, പാപമോചനമാണ്, ദൈവപുത്രത്വത്തിലേക്കുള്ള അവകാശമാണ്, അത് നിത്യജീവനാണ്. അതിനേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവൽ പ്രശ്നങ്ങൾക്കും ദൈവം മറുപടി തരുന്നു. കാരണം അവൻ മനുഷ്യനോട് കരുണ കാട്ടുന്നവനാണ്, മനുഷ്യനോട് കൃപ കാട്ടുന്നവനാണ്, മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളോട് ഇടപെടുന്നവനാണ്. അവൻ മരിച്ചു മൺമറഞ്ഞ ദൈവമല്ല, മറിച്ച് ഇന്ന് പകരം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാകയാൽ ഈ മധ്യാഹ്ന സമയത്ത് ഈ ദേശത്ത് അവന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്ദേശത്തിന് ഞങ്ങൾ പരിസമാപ്തി കുറിക്കുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് പോയി സകല മനുഷ്യനും വേണ്ടി തന്നിൽ വിശ്വസിച്ച രക്ഷ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും വേണ്ടി യേശു മധ്യസ്ഥം അണയ്ക്കുകയാണ്. ഒറ്റ മധ്യസ്ഥരേ ഉള്ളൂ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിക്കപ്പെട്ട മനുഷ്യനും ദൈവവുമായ ഒരേ ഒരുവൻ യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണ് മാനവകുലത്തിന് ദൈവം വെച്ചിട്ടുള്ള മധ്യസ്ഥൻ. ആ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ പാപപരിഹാരം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ താമസം വിന കാലയവനിക അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ കാഹളം ധരിക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനഭൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്ത് ഇറങ്ങി വരും. അന്ന് രാജാതി രാജാവായി യേശു ക്രിസ്തു മധ്യാകാശത്തെഴുന്നള്ളി വരും. യേശു എന്തിനാ വരുന്നതെന്നറിയാമോ? ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരെ ചേർക്കാനല്ല, ഏതെങ്കിലും പള്ളിയിൽ അംഗത്വമുള്ളവരെ ചേർക്കാനല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു വരാൻ സമയമായി. അതിന്റെ മാറ്റലിയ ഇസ്രായേലിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങൾ, ലോക ചരിത്രങ്ങളൊക്കെ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ട് ഈ സംഭവം, ലോകത്തിന് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ക്രിസ്തുവിന്റെ വരവാണ്. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോ നിങ്ങളും അതിന്റെ ഭാഗമായി ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു നിത്യന്യായവിധിയിലേക്ക്, നിത്യമായ മരണത്തിലേക്ക്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് പറയുന്ന നിത്യ നരകാഗ്നിയിലേക്ക് നിങ്ങളും തള്ളിയിടപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ കൃപായുഗത്തിൽ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ്, അത് ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ, അതിനു മുമ്പ് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇതാകുന്നു സുപ്രസാദ കാലം. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞ് ജീവിപ്പാൻ ഈ ദേശനിവാസികളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.